ബി.ജെ.പി നേതാവും ബിഗ് ബോസ് താരവുമായ റോബിൻ രാധാകൃഷ്ണനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി ബിഗ് ബോസ് താരം വേദലക്ഷ്മി. എല്ലാവരും കേട്ടോളൂ, ഇവിടെ നടന്ന കള്ളനാടകത്തിന്റെ അവസാന രംഗത്തിന് തിരശ്ശീല വീഴാൻ പോകുന്നു. റോബിൻ രാധാകൃഷ്ണൻ ബി.ജെ.പിയിൽ ചേർന്നതും സ്ഥാനാർത്ഥിയായതും സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടാണെന്നാണ് വേദലക്ഷ്മിയുടെ ആരോപണം. നല്ല നനവുള്ള നിലമാണെന്ന് കരുതി ഇവരൊക്കെ ആവശ്യത്തിലധികം കുഴിക്കുക. ഇങ്ങനെ പോയാൽ തറവാട് പടുകുഴിയിലായി പോവും. റോബിൻ ബി.ജെ.പിയെയും പാർട്ടി പ്രവർത്തകരെയും വിമർശിക്കുന്ന വോയിസ് ക്ലിപ്പും തെളിവായി വേദലക്ഷ്മി ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടു. സംഭവം ലീക്കായെന്നാണ് തോന്നുന്നത്. ബി.ജെ.പി എന്ന് വെച്ചാൽ ഞാൻ വർഗീയവാദികളാണ്, മനസ്സിലായില്ലേ സാറേ? ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ. എന്നാൽ ഓഡിയോ ക്ലിപ്പ് AI ആണെന്ന് ആരോപിച്ച് റോബിൻ വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തി. സംഭവം അതെല്ലാം AI ആണ്. ഒരു ഫാബ്രിക്കേറ്റഡ് വീഡിയോസിനും എന്നെ തകർക്കാനാകില്ല. അതുകൊണ്ട് AI എല്ലാം തെളിയിക്കാൻ വേണ്ടിയിട്ട് വേദലക്ഷ്മി ഇതിന്റെ ഒരു പൂർണ്ണ രൂപം ഇട്ടിട്ടുണ്ടാന്ന് കേൾക്കാം. ഞാൻ എന്റെ അടുത്ത് ചോദിച്ചു വൈ ബി.ജെ.പി എന്ന് ചോദിച്ചു എന്റെ അടുത്ത്. അപ്പൊ എനിക്ക് അവിടെ ബി.ജെ.പിയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ABCD അറിഞ്ഞുകൂടാ. ഇല്ല, ഞാനത് വെറുതെ കാണിച്ചാണ്. നീ അതൊന്നും ഇവിടെ കയറി വിളമ്പേക്കല്ലേ. ഇപ്പൊ ഈ സ്ഥാനാർത്ഥിയായെന്ന് വെച്ചോ, മനസ്സിലായില്ലേ? എന്റെ അടുത്ത് ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പൊളിറ്റീഷ്യൻ ആയിട്ട് സംസാരിച്ചാണ്. അവിടെയാണ് എന്റെ ഹൈലൈറ്റ്. ഇപ്പൊ താനിങ്ങനെ എമോഷണൽ ആയ എല്ലാ കാര്യങ്ങളും പുറത്തെറിഞ്ഞ് വൃത്തികേടാകും. കാരണം ബ്രോ എഴുതി വെച്ചു ബ്രോ, ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കും ഞാൻ. ബ്രോ ഒന്ന് ആലോചിച്ച് നോക്കിയ ബ്രോ, ആരുണ്ട് ബ്രോ അതേപോലെ ഒരു പൊളിറ്റീഷ്യൻ? അങ്ങനെയൊന്നുമില്ല, ടൈം പാസ്. ജനങ്ങൾക്കും വേണ്ടി 200% ഇടും, എനിക്കും വേണ്ടി ഇടും. ഞാനൊരു പക്ക ബിസിനസ്മാൻ ആ സമയത്ത്, മനസ്സിലായില്ലേ? ഏതായാലും അനിയും വന്നത് നന്നായി. എന്താ കിട്ടണ തല്ല് ഷെയർ ചെയ്യാൻ ഒരാളായല്ലോ. ചെറിയ വോയിസ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതിനേക്കാളും രാജീവ് ചന്ദ്രശേഖരനെ പറ്റി പറയുന്ന വോയിസ് ഉണ്ടെന്നൊക്കെയാ കേട്ടത്. അത് പിന്നെ അമ്മാവ ഞാനൊരു കാഷ്വൽ ടാക്കിൽ. പിന്നാലെ റോബിൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പണം വാങ്ങിയെന്ന് കാണിച്ചുകൊണ്ടുള്ള മറ്റൊരു വീഡിയോയും വേദലക്ഷ്മി പുറത്തുവിട്ടു. പുലി പുല്ലും തിന്നുന്നാണല്ലോ, അങ്ങനല്ലേ? ഇതില് ഇലക്ഷൻ സമയത്ത് റോബിൻ ഒരു ആൾക്ക് കൊടുത്ത് ഇതാക്കുന്ന സെറ്റിൽ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന 40 ലക്ഷം രൂപയുണ്ട്. ഈ പൈസയുടെ സോഴ്സ്, ഈ ഫണ്ടിന്റെ സോഴ്സ് അത് ജനങ്ങളോട് തന്നെ വ്യക്തമാക്കണം. നൂല് കോർക്കാനായിട്ട് സൂചി എന്നാ അതിൽ കൂടെ ഞാനേ കിടത്തൂലടാ. 40 ലക്ഷം ഒന്നുമില്ലല്ലോ. ഞാൻ കേക്ക് അതിലുള്ള ആളിനെ കണ്ടല്ലോ ബ്രോ. ജോയിച്ചേട്ടനെ കണ്ടിട്ടുണ്ട്. കണ്ടല്ലോ അല്ലേ? അല്ലെ ബ്രോ പറയുന്നത് വിചാരിച്ചാണ് ഞാൻ നമ്മള് ഫണ്ടൊന്നും കൊടുക്കാത്ത ബൊട്ടീക്കിൽ വെച്ചിട്ട് കൊടുത്ത അല്ല നാമം എന്താണെന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ.